ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമാണ് ഗാന്ധിജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയനായി. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ജനഹൃദയങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധത വളർത്തുവാനും സമരവീര്യം പകർന്നു നൽകുവാനും ബാപ്പുജിക്ക് സാധിച്ചു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന സരോജിനി നായിഡു ദണ്ഡിയാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു സരോജിനി നായിഡു. സരോജിനി നായിഡുവിന്റെ പിറന്നാൾ ദിനം ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സോഷ്യലിസ്റ്റ് വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു ഭഗത് സിംഗ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ചു. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിപ്ലവകാരിയായി അദ്ദേഹം അറിയപ്പെടുന്നു. ലാഹോർ ഗൂഢാലോചനയിൽ പങ്കാളിയായ അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായ രക്തസാക്ഷിയാണ് ഇദ്ദേഹം. തന്റെ 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടെങ്കിലും ഭാരത സ്വാതന്ത്ര്യ സമരത്തിനായി ധീരമായ പോരാട്ടങ്ങൾ ആ സമയത്തിനൊടുവിൽ തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. പാവങ്ങളുടെ പടുത്തലവൻ എന്ന് വിളിപ്പേരുള്ള A.K. ഗോപാലൻ കേരള ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ നേതാവായി കണക്കാക്കപ്പെടുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹിക പ്രവർത്തകൻ, തൊഴിലാളി നേതാവ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം എന്നീ ചരിത്ര പ്രധാനമായ മുന്നേറ്റങ്ങളിൽ പങ്കുകൊണ്ടു.